നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ മുത്തുസ്മ പിയൂർ. നമ്മൾ സ്മാർട്ട് ഫോൺ ഉപയോഗിക്കുന്നവരൊക്കെ മെസ്സേജുകൾ ടൈപ്പ് ചെയ്ത് സെൻഡ് ചെയ്യുന്നവരാണ്. ചാറ്റ് ചെയ്യാനായാലും അല്ലെങ്കിൽ എന്തെങ്കിലും അത്യാവശ്യ മെസ്സേജ് ആയാലും ആർക്കെങ്കിലും എന്തെങ്കിലും മെസ്സേജ് ചെയ്ത് ടൈപ്പ് ചെയ്യാത്ത ആരുമില്ല, എല്ലാവരും ടൈപ്പ് ചെയ്യും. അപ്പോൾ ഞാൻ ചെറിയൊരു ടെക്നിക്ക് കാണിക്കാം. എൻ്റെ വാട്സപ്പ് ഞാൻ ഓപ്പൺ ചെയ്തിട്ട് ഇതൊന്ന് നോക്കിക്കോ. ഇവിടെ ഞാൻ ഒരു കോൺടാക്റ്റ് എടുത്ത്, ഇത് എൻ്റെ തന്നെ നമ്പർ ആട്ടോ. കീബോർഡ് ഓപ്പൺ ചെയ്ത് ഞാനിപ്പോൾ ഒന്ന് പ്രസ് ചെയ്ത് ഇവിടെ കാണാം അസ്സലാമു അലൈക്കും എന്ന് വന്നത്, അതൊന്ന് ക്ലിക്ക് ചെയ്ത് സെൻഡ് ചെയ്ത്. അപ്പം ഇത്രയും അസ്സലാമു അലൈക്കും എന്ന ഈ വാക്ക് നമുക്ക് സെൻഡ് ചെയ്യണമെങ്കിൽ കുറേ സമയം എടുക്കില്ലേ. ഇപ്പം ഞാൻ 3 പ്രസ് ചെയ്ത് ഇവിടെ താഴെ കാണാം, ഇതാ അതൊന്ന് പ്രസ് ചെയ്താൽ സുഖമാണോ, എന്താണ് വിശേഷം, കുറേ ലെറ്റേഴ്സ്, 2-3 വാക്കുകളുള്ള ഒരു സെൻറ്റൻസ്. അപ്പോൾ ഇങ്ങനെ ഓരോ വാക്കിലും അല്ലെങ്കിൽ ഓരോ അക്ഷരത്തിലും അക്കത്തിലും അല്ലെങ്കിൽ ചെറിയ വാക്കുകളിലും ഒക്കെ ഓരോന്ന് നമുക്ക് ഏഡ് ചെയ്ത് വെക്കാം. നമുക്ക് അത്യാവശ്യമുള്ള വാക്കുകൾ ടൈപ്പിംഗ് സ്പീഡ് 100 ഇരട്ടി വർദ്ധിപ്പിക്കുക. അതെങ്ങനെയെന്ന് നമുക്ക് ഈ വീഡിയോ കണ്ട് മനസ്സിലാക്കാം. അതിനു മുമ്പ് ഒരു ചെറിയ കാര്യമുണ്ട്. നമുക്ക് യൂട്യൂബ് ഒന്ന് തുറക്കാം. വെറുതെ യൂട്യൂബിൽ ഒന്ന് പോകാമെന്ന് എൻ്റെ ഒരു പ്രഭ. നിങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുക, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ താഴത്തിൻ്റെ ചുവന്ന കാണുന്നില്ലേ, പാവം എൻ്റെ ചാനൽ, അതിൻ്റെ പേരാണ്, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അതിൻ്റെ കൂടെ ഒപ്പം തന്നെ ഒരു ചെറിയ ബെല്ല് കാണും, അതാ ഒരു മണിച്ചിഹ്നം, അതൊന്ന് ക്ലിക്ക് ചെയ്താൽ ഈ ചാനലിന് അപ്ഡേറ്റ് ആകുന്ന വീഡിയോകൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്ന അതേ ടൈമിൽ തന്നെ നിങ്ങൾക്ക് കാണാം. താമസമൊന്നും ഉണ്ടാകുമല്ലോ. എന്നിട്ട് വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഉപകാരപ്രദമാണ് എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ ആ ലൈക്ക് ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ അത് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന ഒരു അറിവ്, എനിക്കൊരു മോട്ടിവേഷനാണ് അടുത്ത വീഡിയോക്ക്. കൂടെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഉപകാരപ്രദമാണ് എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ ഈ ഷെയർ ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് വാട്സപ്പ് വഴിയും ഫേസ്ബുക്ക് വഴിയും ഒക്കെ നമുക്ക് ഇവിടുന്ന് സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അല്ലേ. അത് നിങ്ങൾ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുക. അതിൽ വേറൊരു കാര്യം കൂടിയുണ്ട്. ഇന്ന് ഏറ്റവും കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്ന കീബോർഡാണ് gboard. ഏറ്റവും കൂടുതൽ ഫീച്ചറുകളുള്ള എല്ലാ ലാംഗ്വേജും സപ്പോർട്ടാകുന്ന കീബോർഡാണ് gboard, ഗൂഗിളിൻ്റെ gboard. ആ gboardൽ മാത്രമാണ് ഈ സെറ്റിങ്സ് സപ്പോർട്ടാകുന്നത്. അപ്പം gboard ഓപ്പൺ ചെയ്യുക. നിങ്ങൾ gboard ഉപയോഗിക്കുന്നില്ലെങ്കിൽ പ്ലേ സ്റ്റോറിലായാലും ആപ്പ് സ്റ്റോറിലായാലും gboard എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് gboard ഇൻസ്റ്റാൾ ചെയ്യാം. അതിനുശേഷം gboard ഓപ്പൺ ചെയ്യുക. gboard ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ലാംഗ്വേജ് എന്നത് ഫസ്റ്റ് തന്നെ ഉണ്ടാവും, അത് സെലക്ട് ചെയ്യുക. ഇതിൽ ഒരു ഡിസഡ്വാൻറ്റേജ് ഉള്ളത് എന്താണെന്ന് വെച്ചാൽ, ഇതിൽ ഇംഗ്ലീഷ് ഇന്ത്യ എന്ന ലാംഗ്വേജ് മാത്രമാണ് സപ്പോർട്ടാകുന്നത്. നിങ്ങളുടെ ലാംഗ്വേജ് ഇംഗ്ലീഷ് US എന്നാണെങ്കിൽ അത് ഇംഗ്ലീഷ് ഇന്ത്യയിലേക്ക് മാറ്റുക. അപ്പം അത് ചെയ്യാൻ വേണ്ടിയിട്ട് ഇംഗ്ലീഷ് US റിമൂവ് ചെയ്തിട്ട് ഇംഗ്ലീഷ് ഇന്ത്യയിലേക്ക് മാറ്റുക. അപ്പോൾ റിമൂവ് ചെയ്യാൻ ഇത് ഐക്കൺ ഞെക്കി കഴിഞ്ഞാൽ ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് റിമൂവ് ഡിലീറ്റ് കൊടുക്കുക. അതിപ്പോൾ എനിക്ക് ഡിലീറ്റ് കൊടുക്കണ്ട. അപ്പം ഏഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏഡ് കീബോർഡ് എന്ന ഭാഗം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ ലാംഗ്വേജും നമുക്കിവിടെ കിട്ടും. ഇതിൽ നിന്ന് ഇംഗ്ലീഷ് ഇന്ത്യ എന്നത് നിങ്ങൾ സെലക്ട് ചെയ്തിട്ട് ഡണ്ണ് കൊടുക്കുക. ഡണ്ണ് കൊടുത്തു കഴിഞ്ഞാൽ സെലക്ട് ആവും. അതിന് ശേഷം കീബോർഡ് ഏഡ് ചെയ്തതിന് ശേഷം ബാക്ക് വന്നിട്ട് ഡിക്ഷണറി എന്ന ഭാഗം ടൈപ്പ് ചെയ്യുക. പ്രസ് ചെയ്തിട്ട് ഡിക്ഷണറിയിൽ പേഴ്സണൽ ഡയറക്ടറി എന്ന ഒരു ഭാഗമുണ്ട്, അത് എടുക്കുക. മറ്റൊരു കാര്യം, ഓരോ ഫോണിലും സെറ്റിങ്സിൽ ചെറിയ വ്യത്യാസം ഉണ്ടാവും. നിങ്ങൾ എടുക്കേണ്ടത് പേഴ്സണൽ ഡയറക്ടറി എന്ന ഭാഗമാണ്. പേഴ്സണൽ ഡയറക്ടറി അത് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇംഗ്ലീഷ് ഇന്ത്യ എന്നിവിടെ കാണും, അത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ ഏതെങ്കിലും ഏഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഇവിടെ കാണുകയും ചെയ്യും. കൂടാതെ ഒരു പ്ലസ് ചിഹ്നം കാണും, ഏഡ് എന്ന്. ഇതിൽ താഴെ ഭാഗത്താണ് പ്ലസ് ചിഹ്നം ഉള്ളത്. ചില സാംസങ്ങിൻ്റെ ഒക്കെ ഫോണിൽ മേലെ ഭാഗത്ത് കാണും, അതൊന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടെ വരുന്ന 2 ബോക്സ് വരും. മേലെ ബോക്സിൽ നമുക്ക് ടൈപ്പ് ചെയ്യാം. ഞാനിപ്പം സുഹൃത്തെ എന്ന് ടൈപ്പ് ചെയ്യുക. സുഹൃത്തെ, നീ എവിടെയാണ്, നീ എവിടെയാണ്, ഇത് ടൈപ്പ് ചെയ്ത്. മറ്റൊന്ന് കൂടി, നിങ്ങൾക്ക് മംഗ്ലീഷ് ടൈപ്പ് ചെയ്യുക, ഇംഗ്ലീഷിലും ടൈപ്പ് ചെയ്യുക. നമ്മുടെ മലയാളം ഇതിന് സപ്പോർട്ടാകുന്നില്ല. കൂടുതൽ ആളുകൾ മംഗ്ലീഷ് ടൈപ്പ് ചെയ്യുന്നത് സമയം ലാഭിക്കാൻ വേണ്ടിയിട്ട്. അതിനുശേഷം താഴെ ഈ ഓപ്ഷനിൽ, ഷോർട്ട് കട്ട് ഓപ്ഷനിൽ ഞാനിപ്പോൾ ഹായ് എന്ന് ടൈപ്പ് ചെയ്യുക. ഇപ്പം നമ്മൾ വാട്സപ്പ് എവിടെയായാലും കീബോർഡിൽ ഹായ് എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഈ മെസ്സേജാണ് സെൻഡ് ആകുകയല്ല നമുക്ക് വരുന്നത്. ഇത് ചില ഫോണിൽ ഏഡ് എന്ന് സേവ് എന്ന് കാണും. എൻ്റെ ഫോണിൽ സേവ് ഇല്ല, ഡയറക്റ്റ് ഓട്ടോമാറ്റിക്കലി സേവ് ആണ്. അതിനുശേഷം ബാക്ക് വരിക. ഇനി വാട്സപ്പിൽ ഒന്ന് നോക്കാം. നമുക്ക് വാട്സപ്പ് ഓപ്പൺ ചെയ്തിട്ട് ഞാനിപ്പോൾ ഹായ് എന്ന് ടൈപ്പ് ചെയ്യാണ്. ഹായ് എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ ഇവിടെ താഴെ നിങ്ങൾക്ക് കാണാം സുഹൃത്തെ. ഞാൻ അവിടെ ഏഡ് ചെയ്ത ആ ലെറ്റേഴ്സ് ഇവിടെ വന്നിട്ടുണ്ട്. അത് നമുക്ക് സെൻഡ് ചെയ്യാം. വളരെ സ്പീഡിൽ ടൈപ്പ് ചെയ്യാൻ കഴിയുന്ന നല്ലൊരു ആപ്ലിക്കേഷനാണ് ഇത്. നല്ലൊരു ഷോർട്ട് കട്ടാണിത്. ഇത് യൂസ് ചെയ്യുക. ഇഷ്ടപ്പെട്ട സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പം അടുത്തൊരു വീഡിയോയിൽ നല്ല സെഗ്മെൻറ്റിൽ കാണാം. സൈനിങ് ഓഫ് മുത്തുസ്മ പിയൂർ. താങ്ക് യു സോ മച്ച്.